ഒരു ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം നിമിഷങ്ങൾക്കകം നിങ്ങളുടെ മുന്നിലെത്തും. വളരെ ലളിതമെന്ന് തോന്നുന്ന ഈ ഒരു ആശയമാണ് നഗരങ്ങളിലെ യാത്രാ സംവിധാനങ്ങളെ അടിമുടി മാറ്റിയെഴുതിയത്. ലോകമെമ്പാടുമുള്ള നിയമവ്യവസ്ഥകളെ വെല്ലുവിളിക്കാനും ഗതാഗത മേഖലയിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാനും അവസാനം ഊബർ എന്ന പേരിനെ ഒരു വെർബായി തന്നെ മാറ്റാനും ഈ ആശയത്തിന് കഴിഞ്ഞു. ഇന്ന് ഊബർ വെറും ഒരു ടാക്സി സേവനമല്ല. ആളുകളെ മാത്രമല്ല, ഭക്ഷണവും പലചരക്ക് സാധനങ്ങളും മറ്റുൽപ്പന്നങ്ങളും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിക്കുന്ന ഒരു വലിയ ഇക്കോസിസ്റ്റമായി ഊബർ മാറിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വരുമാനം നൽകുന്ന, കോടിക്കണക്കിന് യാത്രകൾ ഏകോപിപ്പിക്കുന്ന ഒരു വമ്പൻ കമ്പനിയായി ഇത് വളർന്നു കഴിഞ്ഞു. നിയമങ്ങൾ കാറ്റിൽ പറത്തി വളർന്ന ഒരു വിമത കമ്പനിയിൽ നിന്ന് ഇന്ന് എല്ലാവർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിശ്വസ്ത പങ്കാളിയായി ഊബർ മാറിയതിന്റെ വിശദമായ കഥയാണിത്. നൂറ്റാണ്ടുകളായി മനുഷ്യർ ടാക്സി പോലുള്ള യാത്രാ സേവനങ്ങളെ ആശ്രയിച്ചിരുന്നു. കുതിരവണ്ടികൾ മുതൽ തിരക്കേറിയ നഗരങ്ങളിലെ മഞ്ഞ ടാക്സികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാന തത്വം ഒന്നുതന്നെയായിരുന്നു: നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് മറ്റൊരാൾക്ക് പണം നൽകുക. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കാറുകളുടെ കടന്നുവരവോടെയാണ് ആധുനിക ടാക്സി വ്യവസായം രൂപപ്പെട്ടത്. യാത്രക്കാരെ കൊണ്ടുപോകാൻ ലൈസൻസ് ഉള്ള ഡ്രൈവർമാർ ഉൾപ്പെടുന്ന ഒരു നിയന്ത്രിത സംവിധാനമായിരുന്നു ഇത്. എന്നാൽ ഈ ലൈസൻസുകൾ ലഭിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഉദാഹരണത്തിന്, ന്യൂയോർക്ക് നഗരത്തിൽ ടാക്സി ഓടിക്കാനുള്ള മെഡാലിയൻ ലൈസൻസുകളുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. ലക്ഷക്കണക്കിന് ഡോളറുകൾക്കാണ് ഇവ പലപ്പോഴും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അതുപോലെ ലണ്ടനിലെ പ്രസിദ്ധമായ ബ്ലാക്ക് ക്യാബുകൾക്ക് നഗരത്തിൽ പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലെ ഡ്രൈവർ ആകണമെങ്കിൽ ദി നോളജ് എന്ന വളരെ കഠിനമായ ഒരു പരീക്ഷ പാസ്സാകണമായിരുന്നു. ലണ്ടൻ നഗരത്തിലെ ഓരോ തെരുവും പ്രധാന സ്ഥലങ്ങളും ഏറ്റവും എളുപ്പമുള്ള വഴികളും മനഃപ്പാടമാക്കുക എന്നതായിരുന്നു ഈ പരീക്ഷ. ഇതിനായി പഠിക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നിരുന്നു. ചുരുക്കത്തിൽ, പഴയ ടാക്സി സിസ്റ്റം പ്രവർത്തിച്ചിരുന്നത് ക്ഷാമത്തിന്റെയും അപാരമായ ഓർമ്മശക്തിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു. ഒരു ഡ്രൈവറുടെ കഴിവ് എന്നത് ഒരു നഗരത്തിന്റെ ഭൂപടം മനസ്സിൽ സൂക്ഷിക്കാനുള്ള അയാളുടെ കഴിവിനെ ആശ്രയിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ ഈ നിയമങ്ങളെല്ലാം തിരുത്തി എഴുതി. GPS, ഡിജിറ്റൽ മാപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ എന്നിവയുടെ കടന്നുവരവോടെ വർഷങ്ങൾ നീളുന്ന പരിശീലനങ്ങളുടെ ആവശ്യമില്ലാതായി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആർക്കും ഒരു മികച്ച ഡ്രൈവർ ആകാം എന്ന സ്ഥിതി വന്നു. ഈ വലിയ മാറ്റമാണ് ചില സംരംഭകർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുത്തത്. അനുഭവസമ്പന്നരായ 2 സംരംഭകരായിരുന്നു ഗാരറ്റ് ക്യാമ്പും ട്രാവിസ് കാലനിക്കും. യാത്രാ മേഖലയിലെ ഈ മാറ്റം ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് അവരാണ്. ഈബേ പിന്നീട് സ്വന്തമാക്കിയ സ്റ്റംബിൾ അപ്പോൺ എന്ന കമ്പനിയുടെ സഹസ്ഥാപകനായിരുന്നു ഗാരറ്റ് ക്യാമ്പ്. അതേസമയം പല സ്റ്റാർട്ടപ്പുകളിലും പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയായിരുന്നു ട്രാവിസ് കാലനിക്. മുൻ ബിസിനസ്സുകൾ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് പുതിയ സാധ്യതകൾ തേടുകയായിരുന്നു ഇരുവരും. 2009-ൽ അവർ യൂബർ ക്യാബ് എന്ന പേരിൽ ഒരു പുതിയ സേവനം ആരംഭിച്ചു. വളരെ ലളിതമായ ഒരു ആശയമായിരുന്നു ഇതിന് പിന്നിൽ. ഒരു ബട്ടൺ അമർത്തുന്നത്ര എളുപ്പത്തിൽ ഒരു വാഹനം ബുക്ക് ചെയ്യാൻ സാധിക്കണം. 1 വർഷത്തിന് ശേഷം സാൻ ഫ്രാൻസിസ്കോയിലെ ബേ ഏരിയയിൽ ഈ ആപ്പ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. കുറച്ച് ആഡംബര കാറുകളും ലൈസൻസുമുള്ള ഡ്രൈവർമാരുമാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. സിലിക്കൺ വാലിയിലെ സാങ്കേതിക വിദ്യയെ സ്നേഹിക്കുന്നവരെ ആകർഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. തുടക്കത്തിൽ സാധാരണ ടാക്സികളെക്കാൾ ഇരട്ടി നിരക്കായിരുന്നു ഊബറിന്. എന്നാൽ ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിച്ചതോടെ നിരക്കുകൾ കുറയാൻ തുടങ്ങി. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. കാര്യങ്ങൾ മുൻകൂട്ടി ആലോചിക്കാതെ ആദ്യം തുടങ്ങുക, പിന്നീട് ചോദ്യങ്ങൾ നേരിടാം എന്ന അവരുടെ നയം വലിയ തിരിച്ചടികൾക്ക് കാരണമായി. ക്യാബ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റിദ്ധാരണയുണ്ടാക്കുന്നു എന്ന് കാണിച്ച് സാൻ ഫ്രാൻസിസ്കോ അധികൃതർ ഊബറിന് നോട്ടീസ് നൽകി. ഇത് ഭാവിയിൽ ഊബർ നേരിടാനിരിക്കുന്ന വലിയ പ്രതിസന്ധികളുടെ ഒരു ചെറിയ തുടക്കം മാത്രമായിരുന്നു. 2011-ൽ ട്രാവിസ് കാലനിക് CEO ആയി ചുമതലയേറ്റ ശേഷം കമ്പനിയുടെ പേര് ഊബർ ടെക്നോളജീസ് എന്ന് മാറ്റി. പുതിയ വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപങ്ങളോടെ സിയാറ്റിൽ, ഷിക്കാഗോ, ന്യൂയോർക്ക് തുടങ്ങിയ മറ്റ് നഗരങ്ങളിലേക്കും കമ്പനി അതിവേഗം തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. വേഗത്തിൽ നീങ്ങുക, പ്രതിസന്ധികളെ മറികടക്കുക. തുടക്കം മുതൽ തന്നെ നിലവിലുള്ള ടാക്സി നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുക എന്നത് ഊബറിന്റെ ഒരു നയമായിരുന്നു. അവരുടെ ബിസിനസ് തന്ത്രം വളരെ ലളിതവും എന്നാൽ വിജയകരവുമായിരുന്നു. വലിയ തോതിൽ പണം മുടക്കി യാത്രക്കാർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ യാത്ര വാഗ്ദാനം ചെയ്യുക, ഒപ്പം ഡ്രൈവർമാർക്ക് മികച്ച വരുമാനം നൽകി അവരെ കൂടെ നിർത്തുക. ഇതുവഴി യാത്രക്കാർക്ക് ആപ്പ് തുറന്നാൽ ഉടൻ വാഹനം ലഭിക്കുമെന്ന് അവർ ഉറപ്പുവരുത്തി. ഈ തന്ത്രത്തിലൂടെ ഡിമാൻഡും സപ്ലൈയും വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരു നഗരത്തിൽ വിജയകരമായി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ അവർ അടുത്ത നഗരത്തിലേക്ക് മാറും. കൊമേഴ്ഷ്യൽ ലൈസൻസുകൾ, കർശനമായ വാഹന പരിശോധനകൾ തുടങ്ങിയ നിയമപരമായ കടമ്പകളെല്ലാം അവർ പലപ്പോഴും മറികടന്നു. എന്നിട്ടും അവരുടെ വളർച്ചയെ അതൊന്നും ബാധിച്ചില്ല. 2011 അവസാനത്തോടെ ഊബർ അമേരിക്കയ്ക്ക് പുറത്തേക്കും വളർന്നു. പാരീസ്, ടൊറന്റോ, ലണ്ടൻ, മെക്സിക്കോ സിറ്റി എന്നിവിടങ്ങളിൽ അവർ വളരെ വേഗം സാന്നിധ്യം അറിയിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള മിക്കവാറും എല്ലാ പ്രധാന നഗരങ്ങളിലും ഊബർ എത്തിച്ചേർന്നു. ഓരോ രാജ്യത്തെയും വിപണിയും നിയമങ്ങളും വ്യത്യസ്തമായിരുന്നുവെങ്കിലും ഊബറിന്റെ പ്രവർത്തന ശൈലി എവിടെയും ഒന്നായിരുന്നു.
വേഗത്തിൽ പ്രവർത്തനം തുടങ്ങുക, ആളുകളെ ആകർഷിക്കുക, സർക്കാരുകൾ നടപടിയെടുക്കുന്നതിന് മുൻപ് തന്നെ ധാരാളം ഡ്രൈവർമാരെ രംഗത്തിറക്കുക. ഈ തന്ത്രം അവർക്ക് മാർക്കറ്റിൽ വലിയൊരു സ്ഥാനം നേടിക്കൊടുത്തു. എന്നാൽ അതേ വേഗതയിൽ തന്നെ അവർക്ക് വലിയ എതിർപ്പുകളും നേരിടേണ്ടി വന്നു. സുതാര്യമായ നിരക്കും സൗകര്യവും കാരണം ഉപഭോക്താക്കൾ ഊബറിനെ സ്നേഹിച്ചപ്പോൾ തങ്ങളുടെ നിലനിൽപ്പിനെ നശിപ്പിക്കുന്ന ഒന്നായി ടാക്സി യൂണിയനുകൾ ഇതിനെ കണ്ടു. ഊബർ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് സർക്കാരുകൾ നിരന്തരം ആരോപിച്ചു. ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെ അധികാരികൾ ഊബറിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ നിരോധനങ്ങളെ വകവയ്ക്കാതെ കമ്പനി പ്രവർത്തനം തുടർന്നു. ഊബർ ഓടിച്ചതിന് ഡ്രൈവർമാർക്ക് പിഴ ലഭിച്ചാൽ അതടയ്ക്കാൻ കമ്പനി തന്നെ തയ്യാറായി. ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗിന്റെ പ്രശസ്തമായ മൂവ് ഫാസ്റ്റ് ആൻഡ് ബ്രേക്ക് തിങ്സ് എന്ന മുദ്രാവാക്യമാണ് ഊബർ അക്ഷരാർത്ഥത്തിൽ പിന്തുടർന്നത്. ഒരു വശത്ത് നിയമങ്ങളെ ലംഘിക്കുമ്പോഴും മറുവശത്ത് സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തി തങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ കൊണ്ടുവരാൻ ഊബർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. നഗരങ്ങളിൽ പ്രവർത്തനം തുടങ്ങുക, നിരോധനം നേരിടുക, തിരിച്ചടിക്കുക, ഒടുവിൽ ജനങ്ങളുടെ വലിയ പിന്തുണയോടെ സർക്കാരുകളെ കൊണ്ട് ഒത്തുതീർപ്പിന് സമ്മതിപ്പിക്കുക, ഇതായിരുന്നു അവർ എവിടെയും പ്രയോഗിച്ച തന്ത്രം. ജനങ്ങൾ ഈ സേവനം അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ബലം. ഈ യാത്രാ വിപ്ലവത്തിൽ ഊബർ ഒറ്റയ്ക്കായിരുന്നില്ല. അമേരിക്കയിൽ ലിഫ്റ്റ്, ചൈനയിൽ ഡിഡി, തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഗ്രാബ്, യൂറോപ്പിൽ ബോൾട്ട് എന്നിങ്ങനെ പല എതിരാളികളും രംഗത്തു വന്നു. ഇവരുമായി മത്സരിക്കാനും യാത്രക്കാർക്ക് ഡിസ്കൗണ്ടുകൾ നൽകാനുമായി ഊബർ ഏകദേശം 1.6 ലക്ഷം കോടി രൂപയാണ് സ്വകാര്യ നിക്ഷേപമായി മാത്രം സമാഹരിച്ചത്. 2017 ആയപ്പോഴേക്കും 70 രാജ്യങ്ങളിലായി 450-ലധികം നഗരങ്ങളിൽ ഊബർ സജീവമായി. വരുമാനം കുതിച്ചുയർന്നുവെങ്കിലും കമ്പനി വൻ നഷ്ടത്തിലായിരുന്നു. ബില്യൺ കണക്കിന് ഡോളറുകളാണ് അവർ ഓരോ വർഷവും ചിലവാക്കിക്കൊണ്ടിരുന്നത്. വിപണി പിടിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനിടയിൽ തന്നെ 2014 ഭക്ഷണ വിതരണ രംഗത്തേക്ക് കടന്നുകൊണ്ട് പിന്നീട് ഊബർ ഈറ്റ്സ് ആയി മാറിയ ഊബർ ഫ്രഷ് എന്നൊരു സേവനവും അവർ പരീക്ഷിച്ചിരുന്നു. ഊബറിന്റെ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ശക്തി ട്രാവിസ് കലനിക് ആയിരുന്നു. എന്നാൽ 2017ഓടെ അദ്ദേഹത്തിന്റെ നേതൃത്വ ശൈലിയും അതിലൂടെ രൂപപ്പെട്ട മോശം തൊഴിൽ സംസ്കാരവും വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി. പുതിയ വിപണികളിലേക്കുള്ള അവരുടെ കടന്നുകയറ്റത്തെ ഭരണകൂടങ്ങളും എതിരാളികളും നേരത്തെ തന്നെ വിമർശിച്ചിരുന്നുവെങ്കിലും കമ്പനിക്കുള്ളിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ പുറത്തു വന്നത് ഏവരെയും ഞെട്ടിച്ചു. കമ്പനിയിലെ മുൻ ജീവനക്കാരി നടത്തിയ വെളിപ്പെടുത്തലുകളിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ പുറംലോകം അറിയുന്നത്. വ്യാപകമായ അതിക്രമങ്ങൾ, പരാതികൾ നൽകിയാലും നടപടിയെടുക്കാത്ത രീതി, ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന മോശം തൊഴിൽ സംസ്കാരം എന്നിവയായിരുന്നു ആരോപണങ്ങൾ. നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന കമ്പനിയുടെ പുറത്തെ സ്വഭാവം തന്നെയാണ് ഉള്ളിലുമുള്ളത് എന്ന് ലോകം മനസ്സിലാക്കി. ഇതിനൊപ്പമാണ് ന്യൂയോർക്ക് ടൈംസ് പത്രം കമ്പനിയുടെ മറ്റൊരു ഞെട്ടിക്കുന്ന രഹസ്യം പുറത്തുവിട്ടത്. ഗ്രേബോൾ എന്ന പേരിൽ ഊബർ ഒരു രഹസ്യ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്നു. ഊബറിന് നിരോധനമുള്ള നഗരങ്ങളിലെ നിയമപാലകരെയും ഉദ്യോഗസ്ഥരെയും തിരിച്ചറിഞ്ഞ് അവർക്ക് ആപ്പിന്റെ ഒരു വ്യാജ പതിപ്പ് നൽകി കബളിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ ചെയ്തിരുന്നത്. ഇത് കമ്പനിക്കെതിരെ വലിയ ധാർമ്മിക നിയമ പ്രശ്നങ്ങൾക്ക് കാരണമായി. കൂടാതെ ഡ്രൈവറില്ലാ കാറുകളുടെ സാങ്കേതികവിദ്യ ഊബർ മോഷ്ടിച്ചു എന്നാരോപിച്ച് ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റിന്റെ കീഴിലുള്ള വെയ്മോ അവർക്കെതിരെ കേസ് നൽകുകയും ചെയ്തു. കമ്പനിയുടെ പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തുടർച്ചയായ വിവാദങ്ങളെ തുടർന്ന് കമ്പനിയിലെ പ്രധാന നിക്ഷേപകർ ട്രാവിസ് കലനിക്കിന്റെ രാജി ആവശ്യപ്പെട്ടു. ഊബറിലെ ആദ്യകാല നിക്ഷേപകരായ ബെഞ്ച്മാർക്ക് ക്യാപിറ്റൽ അടക്കമുള്ളവർ ഇതിനായി ശക്തമായി രംഗത്തു വന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കാലനിക് സിഇഒ സ്ഥാനം രാജിവെച്ചു. എങ്കിലും കമ്പനിയുടെ ബോർഡിൽ അദ്ദേഹം തുടർന്നത് വലിയ അധികാര തർക്കങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് പ്രമുഖ നിക്ഷേപകരായ സോഫ്റ്റ് ബാങ്ക് $9 ബില്യൺ നിക്ഷേപം നടത്തിയതോടെ ബോർഡ് വികസിപ്പിക്കുകയും കാലനിക്കിന്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്തു. അടുത്ത ഘട്ടം ഒരു പുതിയ സിഇഒയെ കണ്ടെത്തുക എന്നതായിരുന്നു. ഒടുവിൽ ഡാര ഖൊസ്രോഷാഹി എന്ന പേരിൽ അവർ എത്തിച്ചേർന്നു. ഒരു ദശാബ്ദക്കാലം കൊണ്ട് ആ കമ്പനിയെ മികച്ച രീതിയിൽ വളർത്തിയെടുത്ത വ്യക്തി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഊബറിന്റെ ചുമതലയേൽക്കാൻ ഡാര ഖൊസ്രോഷാഹി തയ്യാറായിരുന്നില്ല. ഈ സമയത്താണ് സ്പോട്ടിഫൈ സ്ഥാപകനായ ഡാനിയൽ എക് അദ്ദേഹവുമായി സംസാരിക്കുന്നത്. സ്പോട്ടിഫൈയും തുടക്കത്തിൽ മ്യൂസിക് കമ്പനികളോട് പോരാടി വളർന്ന ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. ഡാനിയൽ എക് അദ്ദേഹത്തോട് പറഞ്ഞു, ഡാര, ലൈഫ് ഡസന്റ് ഓൾവേസ് ഹാവ് ടു ബി ഫൺ. ഈസ് ദ ഇമ്പാക്ട് വി മേക്ക് ദാറ്റ് മാറ്റേഴ്സ്. ടേക്കിംഗ് ഓവർ യൂബർ ഈസ് എ ബിഗ് ഡീൽ ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. അതായത് ഡാര, ജീവിതം എന്നത് എപ്പോഴും രസകരമായിരിക്കണമെന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്ന സ്വാധീനമാണ് പ്രധാനം. ഊബറിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഈ വാക്കുകളാണ് എക്സ്പീഡിയ വിട്ട് ഊബറിലേക്ക് വന്ന് പുതിയൊരു മാറ്റത്തിന് തുടക്കമിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഡാര ഖൊസ്രോഷാഹി സിഇഒ ആയി ചുമതലയേറ്റത് ഊബറിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായി മാറി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വെല്ലുവിളി കമ്പനിയുടെ തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്നതായിരുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അമിതാവേശമുള്ള മുദ്രാവാക്യങ്ങൾ അദ്ദേഹം എടുത്തു കളഞ്ഞു. പകരം ജീവനക്കാരുമായി ചർച്ച ചെയ്ത് പുതിയ സാംസ്കാരിക മൂല്യങ്ങൾ അദ്ദേഹം രൂപീകരിച്ചു. നിയമങ്ങളെയും സർക്കാരുകളെയും വെല്ലുവിളിക്കുന്ന പഴയ രീതി ഊബർ പൂർണ്ണമായും ഉപേക്ഷിച്ചു. നയതന്ത്രപരമായി അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു. 2019 ഊബർ ഓഹരി വിപണിയിൽ പ്രവേശിച്ചു.
ഏകദേശം $82 ബില്യൺ മൂല്യത്തോടെ വൻ തുകയാണ് അവർ സമാഹരിച്ചത്. തുടക്കത്തിൽ ഓഹരി വിപണിയിൽ ചില തിരിച്ചടികൾ നേരിട്ടെങ്കിലും ഡാര ഖൊസ്രോഷാഹി കമ്പനിയെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് നയിച്ചു. മഹാമാരി വന്നതോടെ ആളുകൾ യാത്ര ചെയ്യുന്നത് കുറഞ്ഞപ്പോൾ ഊബറിന് അത് വലിയ തിരിച്ചടിയാകുമെന്ന് കരുതി. എന്നാൽ അവർ വളരെ വേഗം തങ്ങളുടെ ശ്രദ്ധ ഭക്ഷണ വിതരണത്തിലേക്ക് തിരിച്ചു. ഊബർ ഈറ്റ്സ് എന്ന അവരുടെ ഫുഡ് ഡെലിവറി സേവനം വലിയ വിജയമായി. അതോടൊപ്പം ചരക്ക് ഗതാഗതത്തിനായി ഊബർ ഫ്ലൈറ്റ് എന്ന സേവനവും അവർ ആരംഭിച്ചു. ഇവ രണ്ടും കമ്പനിക്ക് മികച്ച വരുമാനം നേടിക്കൊടുത്തു. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഡാര ഖൊസ്രോഷാഹി ചില സമയങ്ങളിൽ ഡേവ് കെ എന്ന പേരിൽ ഊബർ ഡ്രൈവറായി ജോലി ചെയ്തു എന്നത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ നേതൃത്വ പാടവത്തെ കാണിക്കുന്നു. വർഷങ്ങളോളം ഭീമമായ നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി ചിലവുകൾ ചുരുക്കിയും ബിസിനസ് തന്ത്രങ്ങൾ മാറ്റിയും 2023 വലിയ ലാഭത്തിലേക്ക് കുതിച്ചു. കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ മറികടക്കാനും ലാഭമില്ലാത്ത ബിസിനസ്സുകൾ വിറ്റൊഴിവാക്കാനും അവർ ശ്രദ്ധിച്ചു. $1.1 ബില്യൺ പ്രവർത്തന ലാഭവും റെക്കോർഡ് ക്യാഷ് ഫ്ലോയുമായാണ് ഊബർ തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിച്ചത്. ഇന്ന് ഊബർ ഒരു ടാക്സി കമ്പനി മാത്രമല്ല. പരസ്യ വരുമാനം, മറ്റ് കമ്പനികളുമായുള്ള പങ്കാളിത്തം, നൂതന സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ അവർ തങ്ങളുടെ വേരുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തിനേയും എതിർത്ത് വളർന്ന ഒരു കൊച്ചു സ്റ്റാർട്ടപ്പിൽ നിന്നും ലോകത്തെ നൂറുകണക്കിന് നഗരങ്ങളുടെ ഗതാഗത സംവിധാനത്തിന്റെ അവിഭാജ്യ ഘടകമായി ഊബർ മാറിയിരിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാതെ ശരിയായ ലക്ഷ്യബോധമുള്ള നേതൃത്വമുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് എങ്ങനെ അതിജീവിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഊബർ.